नाम संकीर्तनं गोविंद गोविंद। जय बोल सद्गुरु महाराज की जय। അജാതശേഷം സൃഷ്ടി വിഷയങ്ങളെ കുറച്ച് വന്നിരുന്നു. ബ്രഹ്മാവിൻ്റെ പുത്രനായ ദക്ഷൻ ശിവാപരാധം ചെയ്തു. അപ്പോൾ തല മാറ്റിവെച്ചു. ആടിൻ്റെ തലയായി സ്വന്തം തല പോയി. തല മാറിയാലും ഉള്ളിലുള്ള രക്തം അതേ ശിവാപരാധം ചെയ്ത രക്തമല്ലേ വിചാരിച്ചു. അപ്പോൾ ഈ ശരീരത്തിൽ തന്നെ മാറ്റണം വിചാരിച്ച് ശിവൻ്റെ ശിഷ്യന്മാരായ പ്രചേതസുകളുടെ പുത്രനായി വീണ്ടും ഈ ദക്ഷൻ ജനിച്ചു. ഇപ്പോഴും ദക്ഷൻ എന്ന് തന്നെ പേര് കിട്ടി. ദക്ഷൻ പറഞ്ഞാൽ നല്ല സാമർഥ്യം ഉള്ളവർ. യോ ജായമാന സർവേഷാം തേജസ്വിനാം രുച സ്വയോപാദത്ത ദാക്ഷ്യാച്ച കർമ്മണാം ദക്ഷമബ്രുവന്. ജനിക്കുമ്പോൾ തന്നെ തൻ്റെ തേജസ് കൊണ്ട് എല്ലാവരുടെ തേജസ്സും ഇല്ലാതാക്കി. അതുകൊണ്ടാണ് ദക്ഷൻ പേരാൻ കാരണം. പിന്നെ സാമർഥ്യമുള്ള എല്ലാവർക്കും ദക്ഷൻ എന്ന് പേരിടാം. ഈ ദക്ഷൻ വിന്ധ്യപർവ്വതത്തിൻ്റെ അടുത്തുള്ള അഘമരിഷണം എന്നൊരു തീർത്ഥക്കുളമുണ്ട്, കുളമുണ്ട്. അവിടെ കുളിച്ച് ഹംസഗുഹ്യം എന്നൊരു മന്ത്രം കൊണ്ട് ഭഗവാനെ സ്തുതിച്ചു. ദക്ഷൻ്റെ സ്തുതി കേട്ട് ഭഗവാൻ 8 തൃക്കൈകളോട് അവിടെ ദക്ഷൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. 8 സാധാരണ ഭഗവാനക്ക് 4 തൃക്കൈകളൊന്നും കാണുള്ളൂ. ചില സ്പെഷ്യൽ സമയത്തിൽ മാത്രം 8 തൃക്കൈകളോട് ഭഗവാൻ വരാറുണ്ട്. പ്രധാനമായിട്ട് ദക്ഷനക്കും ദക്ഷൻ്റെ ബന്ധപ്പെട്ട ആൾക്കാർക്ക് ദർശനം കൊടുക്കുമ്പോൾ 8 തൃക്കൈകളോട് പറഞ്ഞു. അവിടെ യജ്ഞശാലയിൽ ദക്ഷൻ്റെ യാഗം വീരഭദ്രൻ നശിപ്പിച്ച ശേഷം അവിടെ പ്രത്യക്ഷപ്പെടുമ്പോൾ 8 തൃക്കൈകളോട് ഭഗവാൻ വന്നു. അഷ്ടായുധൈഹി അണുത്തരൈഹി. അതേപോലെ ദക്ഷൻ്റെ പടമറിൽ വന്ന് പിന്നെ പ്രചേതസുകളുണ്ടല്ലോ, പ്രാചീന പരിഗസിൻ്റെ പുത്രനുണ്ടാവും. അവർക്കും 8 തൃക്കൈകളോട് ഭഗവാൻ ദർശനം കൊടുക്കുന്നു. ഇവിടെയും രണ്ടാമത്തെ ദക്ഷനക്കും 8 തൃക്കൈകളോട് വന്നു. ഈ 8 തൃക്കൈകളോടാണ് ഭഗവാൻ വൈകുണ്ഠത്തിൽ പോലും സന്താന ഗോപാലോപാഖ്യാനത്തിൽ വർണ്ണിക്കുന്നു. 8 തൃക്കൈകളോട് ഭഗവാൻ അവിടെ പ്രകാശിക്കുന്നു. ഈ 8 തൃക്കൈകളുള്ള ഭഗവാൻ കാഞ്ചീപുരം മഹാക്ഷേത്രത്തിലാണ്. അഷ്ടഭുയത്ത എന്ന ഭഗവാൻ 8 തൃക്കൈകളോട് ഭഗവാൻ പ്രകാശിക്കുന്നു. ഇവിടെ ഈ ദക്ഷൻ സ്തുതി ചെയ്ത ശേഷം ഭഗവാൻ പറഞ്ഞത്, ഞാൻ അസിഗ്നി എന്ന പേരുള്ള പെൺകുട്ടിയെ വിവാഹം കഴിച്ചോളൂ. സൃഷ്ടിക്കാനുള്ള ശക്തി ഞാൻ നിനക്ക് തരാം. രേഖസ മനസാ ചെയ്യുക. നിൻ്റെ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും സൃഷ്ടിയെ വർദ്ധിപ്പിക്കണം എന്ന് പറഞ്ഞ് ഭഗവാൻ അനുഗ്രഹിച്ചു. അങ്ങനെ ഭഗവാന്റെ അനുഗ്രഹം നേടിയ ദക്ഷൻ ഒരു 10,000 മക്കളെ സൃഷ്ടിച്ചു. ആ 10,000 മക്കളും തൻ്റെ കാരണവന്മാർ മുത്തശ്ശന്മാർ ജപിച്ച് തപസ് ചെയ്ത സ്ഥലത്തിലേക്ക് പോകാൻ വിചാരിച്ച് ഗുരുവായൂർ വന്നു എന്നവിടെ പറഞ്ഞു. അവരുടെ പേരാണ് ഹരിയസ്വന്മാരുടെ പേര്. തത്ര നാരായണ സരഹ തീർത്ഥം സിന്ധു സമുദ്രയോ. ഇവിടെ മുത്തശ്ശനെ പോലെ മിക്കവാറും കുട്ടികൾ ഉണ്ടാവില്ലേ, പറയാറുണ്ട്. ഈ കുട്ടിയെ കണ്ടാൽ മുത്തശ്ശനെ പോലെയാണ്. മുത്തശ്ശൻ്റെ കാലം ഒന്ന് വളഞ്ഞിരിക്കും, അതേപോലെയാണ് ഈ കുട്ടിയുടെ കാലം ഒന്ന് വളഞ്ഞിട്ടുണ്ടല്ലോ. മുത്തശ്ശൻ്റെ മൂക്ക് പോലെയാണ്. ചില കാര്യങ്ങൾ മുത്തശ്ശനെ പോലെ ചെയ്ത് പറയാറുണ്ട്. മുത്തശ്ശനും അടുത്ത വീട്ടിൽ പോയ സാധനങ്ങൾ കൊണ്ടുവരും. ഈ കുട്ടി അങ്ങനെ കൊണ്ടുവരുന്നുണ്ട്. മിക്കവാറും മുത്തശ്ശനെ പോലെ തന്നെയാണ് പറയും. ഇവിടെ അപൃഥക്ധർമ്മശീലാസ്തി, ഇവരും അതേപോലെയാണ്. പ്രചേതസുകൾക്ക് ഒരു കുട്ടിക്ക് ഭക്ഷണം കൊടുത്താൽ എല്ലാവർക്കും വയറിനറിയും പറഞ്ഞതുപോലെയാണ്. ഇവർ 10,000 മക്കളും ഒരേപോലെയാണ്. അപൃഥക്ധർമ്മശീല. ഇവരെല്ലാവരും ആ ഗുരുവായൂരിൽ എത്തി ആ നാരായണ സരസിൻ്റെ വെള്ളം കുടിച്ചപ്പോൾ അവർക്ക് തോന്നി, ഇന്നൊരു സൃഷ്ടി വേണ്ട. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, കുടിക്കുന്ന വെള്ളം, ശ്വസിക്കുന്ന കാറ്റ്, സംസാരിക്കുന്ന ആളുകൾ, താമസിക്കുന്ന സ്ഥലം, ഇത് അനുസരിച്ച് നമ്മുടെ ബുദ്ധി മാറും എന്നാണ് ഭഗവാൻ ഏകാസ്കരത്തിൽ പറയുന്നു.
അതുകൊണ്ടാണ് വിദേശത്തിൽ പോകരുത് പറയുന്നത്. കാരണം അവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് വരാൻ തോന്നില്ല. പിന്നെ അവിടെ തന്നെ എങ്ങനെ വേണമെങ്കിലും ജീവിക്കാൻ തോന്നിപ്പോകും. ഇവിടെ അതുപോലെ ഇവർക്ക് സൃഷ്ടി വേണ്ടാന്ന് തോന്നി. അങ്ങനെ തോന്നിയപ്പോഴാണ് നാരദൻ വന്ന് പല ചോദ്യങ്ങൾ ചോദിക്കുന്നു. പിന്നെ അവർ പരസ്പരം സംസാരിച്ച് ആ ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടെത്തി സ്വയം വിമുഷുദ്ധിയ. പിന്നെ അവർക്ക് ഹംസനാരായണ മന്ത്രം ഉപദേശം കൊടുത്തു. നമോ നാരായണായ പുരുഷായ മഹാത്മനെ വിശുദ്ധ സത്വധിഷ്ഠായ മഹാഹംസായ ധീമഹി. ഹംസനാരായണ മന്ത്രം. ഈ ഉപദേശം സ്വീകരിച്ച് അവർ ജപിക്കാൻ പുറപ്പെട്ടു. ഭഗവാനെ നോക്കി. പിന്നെ സംസാരത്തിന് വന്നിട്ടില്ല, ഗൃഹസ്ഥാശ്രമ ധർമ്മത്തിലേക്ക് വന്നില്ല. അങ്ങനെ പരമഹംസധർമ്മം സ്വീകരിച്ച് പോയി. ആദ്യം ഉണ്ടായ ഉണ്ണികൾ തന്നെ അങ്ങനെ പോയല്ലോ എന്ന് സങ്കടപ്പെടുമ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു, വിഷമിക്കേണ്ട, സൃഷ്ടി നടത്തിക്കോളൂ. ഞാൻ ആദ്യം സൃഷ്ടിച്ചപ്പോൾ അങ്ങനെയാണ് ആയി. ആദ്യം 4 കുട്ടികൾ അങ്ങനെ പോയി. സനകാസനാഥനാണ്. അത് കുഴപ്പമില്ല. നമ്മുടെ സൃഷ്ടിയിൽ അങ്ങനെയാണ്. ആദ്യം 4 ആളുകൾ നല്ല കാര്യത്തിന് വേണം. നമ്മുടെ ധർമ്മത്തിൽ അങ്ങനെയാണ്. മൂത്ത കുട്ടിക്കാണ് ഈ ദേവാലയം പൂജാതി കർമ്മങ്ങൾ ചെയ്യണം. പിന്നെ സ്വത്ത് വിരിക്കുമ്പോൾ എല്ലാവർക്കും ബാക്കി കൊടുക്കാം. പ്രധാനപ്പെട്ട പൂജാതി നിയമങ്ങൾ ഇതൊക്കെ ജ്യേഷ്ഠപുത്രന് കാണാം. അപ്പോൾ വേറെ സൃഷ്ടി നടത്തിക്കോളൂ. ഈ ആൾക്ക് ചെറിയ സൃഷ്ടി നടത്താൻ അറിയാത്ത ആളാണ്. വീണ്ടും 10,000 മക്കളെ സൃഷ്ടിച്ചു. ശമളാസ്വാമിമാർ എന്നാണ് അവരുടെ പേര്. അവരെ എല്ലാവരും ഇതേപോലെ ഗുരുവായൂർ വന്നു. അവിടെ നാരായണ സരസ്വൻ വെള്ളം കുടിച്ചു. അവർക്കും സൃഷ്ടി ചെയ്യേണ്ടാന്ന് തോന്നി. അവർക്കും നാരദൻ വന്നു. അവർക്കും ഉപദേശം കൊടുത്തു. അവരും ഭഗവാന്റെ പാദത്തിലെത്തി. അപ്പോഴാണ് ദക്ഷണിച്ച് സങ്കടമായി. എൻ്റെ മക്കളെ എല്ലാവരും സന്യാസിയാക്കണുണ്ടല്ലോ ഈ നാരദൻ. അതുകൊണ്ട് നാരദനക്ക് ഒരു ശാപം കൊടുത്തു. ഒരു സ്ഥലത്തിൽ നിൽക്കാതെ എപ്പോഴും നഖവേ ഭ്രമത പദം ചുറ്റിക്കണ്ടേയിരിക്കണമെന്ന് ശാപം കൊടുത്തു. ശാപം കിട്ടിയപ്പോൾ നാരദൻ സന്തോഷത്തോടെ സ്വീകരിച്ചു. ഇതാണ് ഭാഗവതന്മാരുടെ ഗുണം. പ്രതിജഗ്രാഹതദ്ബാഠം നാരദ സാധു സമ്മതഃ ഏതാവാൻ സാധുവാദോഹി തിരിക്ഷേത ഈശ്വരസ്വയം. തിരിച്ച് അങ്ങോട്ട് ശപിക്കാൻ ശക്തി ഉണ്ടായിട്ടും തിരിച്ച് ശപിച്ചിട്ടില്ല. ഇതാണ് മഹാത്മാക്കളുടെ ഗുണം. അത് നമ്മൾ പഠിക്കേണ്ടതാണ്. പിന്നെ ദക്ഷൻ 60 പെൺകുട്ടികളെ സൃഷ്ടിച്ചു. കാരണം പണ്ട് സ്ത്രീകൾക്ക് യഥാവിധിയായി സന്യാസമൊക്കെ കൊടുക്കാറില്ല. ഇപ്പോൾ എല്ലാവർക്കും സന്യാസം കിട്ടും. പൈസ കൊടുത്താൽ സാധനം മേടിക്കുന്നത് പോലെ ആയി സന്യാസം. അതുകൊണ്ടാണ് 60 പെൺകുട്ടികളെ സൃഷ്ടിച്ചു. അതിൽ 13 പേരെ കശ്യപനക്ക് കൊടുത്തു. 27 പേരെ ചന്ദനക്ക് കൊടുത്തു. ഇങ്ങനൊക്കെ എല്ലാവരും വിവാഹം ചെയ്തു കൊടുത്തു. അതിൽ കശ്യപൻ്റെ 13 ഭാര്യമാരിൽ നിന്ന് ഈ ലോകത്തിലിരിക്കുന്ന എല്ലാ സൃഷ്ടിയും, പശുക്കളും പക്ഷികളും മൃഗങ്ങളും പിന്നെ ദേവന്മാരും അസുരന്മാരും ദാനന്മാരും ഗരുഡന്മാരും അതേപോലെ നാഗങ്ങൾ എല്ലാവരും കശ്യപൻ്റെ സൃഷ്ടിയിൽപ്പെട്ടവരാണ്. ശരിക്കും അദ്ദേഹത്തിൻ്റെ പേര് കശ്യപനില്ല, പശ്യകൻ എന്നാണ് പറയുന്നു വേദം. പശ്യക കശ്യപോ ഭവത്. പശ്യകൻ പറയുന്നത് എന്താ അർത്ഥം? എല്ലാവർക്കും ഭഗവാനെ കാണുന്ന ആളാണ്. അങ്ങനെ കണ്ടാലേ ഇദ്ദേഹം സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റില്ല. കാരണം ഇദ്ദേഹത്തിൻ്റെ ഓരോ ഭാര്യയുടെ മക്കളാണ് പാമ്പുകൾ, വേറെ ഭാര്യയുടെ മക്കളാണ് ഗരുഡന്മാർ. പരസ്പരം കുട്ടികൾ തിന്നുന്ന സമയത്ത് നമുക്ക് സങ്കടമാവില്ലേ? അദ്ദേഹത്തിൻ്റെ സങ്കടമില്ലേ? കാരണം ആത്മാ അനശ്വരം, ശരീരം നശ്വരമാണ്. അതുകൊണ്ട് അദ്ദേഹം വിഷമിക്കാറില്ല. ആ കശ്യപൻ്റെ അദിതി എന്ന പേരുടെ ഭാര്യയിൽ നിന്നും 33 ദേവന്മാർ ഉണ്ടായി. 11 രുദ്രന്മാർ, 12 ആദിത്യന്മാർ, 8 വസുക്കൾ, അശ്വിനി ദേവതകളിലും 33 പേർ. അവരുടെ ഗണങ്ങളാണ് 33 കോടി നമ്മൾ പറയുന്നു. അതിൽ ത്വഷ്ട എന്ന പേരുള്ള ആദിത്യൻ, രചന പേരുള്ള അസുരന്മാരുടെ സഹോദരിയെ വിവാഹം കഴിച്ചു. ത്വഷ്ടുർദൈത്യാനുജ ഭാര്യ രചനാനാമ കന്യക സന്നിവേശസ്തയോർയജ്ഞേ വിശ്വരൂപസ്യ വീര്യവാൻ.
അവർക്ക് സന്നിവേശൻ വിശ്വരൂപൻ 2 കുട്ടികളുണ്ടായി. അതിൽ കുറച്ചു കാലം വിശ്വരൂപൻ ദേവന്മാരുടെ ഗുരുനാഥനായി വർത്തിച്ചു. തംവമൃതേ സുരഗണാഹ സ്വശ്രീയം വിഹൃതാമപി. ഇത് പറഞ്ഞപ്പോഴാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നു, കസ്യഹേതോ പരിത്യുക്ത. കാരണം ദേവന്മാരുടെ സ്വന്തം ആചാര്യൻ ദേവന്മാരെ ഉപേക്ഷിച്ച് പോയി. അപ്പോൾ കുറച്ചു കാലം ഈ വിശ്വരൂപണ ആചാര്യനായി സ്വീകരിച്ചു. പറഞ്ഞപ്പോഴാണ് ദേവന്മാരുടെ ആചാര്യൻ എന്തുകൊണ്ട് ഉപേക്ഷിച്ച് പോയി? ദേവന്മാരെ ഉപേക്ഷിക്കാൻ കാരണം എവിടെ മര്യാദ ഇല്ലയോ, നമുക്ക് സന്മാനം കിട്ടുന്നില്ലയോ, ആ സ്ഥലം ഉപേക്ഷിച്ച് പോകാറുണ്ടല്ലോ എല്ലാവരും. അതേപോലെയാണ് ഇവിടെയും. ഇന്ദ്രൻ്റെ സഭയിൽ ബൃഹസ്പതി കയറി വരുന്ന സമയത്ത് ഇന്ദ്രൻ ബൃഹസ്പതിയോട് വരൂ പറയണം. വരൂ പറഞ്ഞില്ലെങ്കിലും തളയെ കൊണ്ടുവന്ന് കാണിച്ചാൽ മതിയായിരുന്നു. അതും പറഞ്ഞ് ഒന്നും ചെയ്തിട്ടില്ലേ. നേരിട്ട് ബൃഹസ്പതിയെ ഗുരുനാഥനെ കണ്ടിട്ടും കാണാത്ത രീതിയിൽ അവിടെ ഊർവശി ഡാൻസ് നോക്കിക്കൊണ്ടിരുന്നു. ബൃഹസ്പതി നോക്കി, നീ ഊർവശിയെ കണ്ടോളൂ, ഞാൻ പോവാൻ പറഞ്ഞത്. അദ്ദേഹം പുറപ്പെട്ടു ചെന്നു. ഗുരു ഇല്ലെങ്കിൽ, ഒരാളുടെ ജാതകത്തിൽ തന്നെ ഗുരു ശരിയായില്ലെങ്കിൽ പിന്നെ എല്ലാം മോശമാണ്. ബാക്കി ഗ്രഹങ്ങൾ മോശമായാലും ഗുരു നന്നായാൽ എല്ലാം നന്നാവാം. അതുകൊണ്ട് തന്നെ എല്ലാം ഗുരുവായൂർ പോകാൻ കാരണം ആ ഗുരുവായൂരത്തിൻ്റെ വിളക്കിൻ്റെ താഴെയാണ് ഗുരു വർത്തിക്കുന്നത്. അതുകൊണ്ടാണ് ദൈവമില്ലേ പറയുന്ന ആളുകൾ പോലും അവിടെ പോയി വിളക്കിൻ്റെ അടുത്തല്ലേ ഗുരുവായൂരപ്പനെ നോക്കാൻ കാരണം അവിടെയാണ് ഗുരു സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ പറഞ്ഞു വന്ന വിഷയം, ഗുരുനാഥൻ, നമ്മളൊക്കെ ഫാമിലി ഡോക്ടർ, ഫാമിലി ജ്യോത്സ്യന്മാർ വയ്ക്കാറുണ്ട്. ഫാമിലി ജ്യോത്സ്യൻ, ഫാമിലി വൈദ്യൻ പോലെ ഫാമിലി ഗുരു കൂടി. കാരണം നമ്മുടെ ശരീരം ഇതൊക്കെ നോക്കാൻ ഫാമിലി വൈദ്യൻ പോലെയാണ്. നമ്മുടെ മനസ്സൊന്ന് നേരാക്കാനും അതിന് നമുക്ക് വേണ്ടി തപസ് ചെയ്യാൻ വേണ്ടി ഗുരു വേണം. അതുകൊണ്ടാണ് പുരോഹിതൻ പേരാൻ കാരണം. പുരോഹിത പുരൈവാസ്യ വിത്തം ചിത്തഞ്ച വൈ സ്മരന് കൽപ്പയേത് വൈദികം കർമ്മ യഥാ തുഷ്യന്തി ദേവതാഃ. പുരോഹിതൻ പേരാൻ കാരണം പുരൈവാസ്യ ശിഷ്യൻ്റെ വിത്തം, അവൻ്റെ പൈസ അനുസരിച്ച്, അതേപോലെ അവൻ്റെ ചിത്തം അതും അനുസരിച്ച് അവനക്ക് വേണ്ട വൈദിക കർമ്മങ്ങൾ ചെയ്ത് ദേവന്മാരെ സന്തോഷിപ്പിച്ച് അവനക്ക് വേണ്ട നന്മ ചെയ്യുന്ന ആളാണ് പുരോഹിതൻ. അതുകൊണ്ടാണ് ഒരു ഗുരു വേണം. ദേവന്മാർക്ക് സങ്കടപ്പെടുമ്പോൾ ബ്രഹ്മാവ് പറഞ്ഞത് ഈ വിശ്വരൂപൻ്റെ അഡ്രസ്സ് കൊടുത്തു, അദ്ദേഹത്തിനെ വിളിച്ചു കൊണ്ടുപോയിക്കൊള്ളും. ചിലപ്പോൾ അദ്ദേഹം ചില കുഴപ്പങ്ങളൊക്കെ കാണിക്കും. അത് ക്ഷമിക്കാൻ ശക്തി ഉണ്ടെങ്കിൽ യതി ക്ഷമിഷ്യത്വമുദാസ്യ കർമ്മ, അതുകൂടി പറഞ്ഞിട്ടാണ് പറഞ്ഞു വിട്ടു. ദേവന്മാർക്ക് വിശ്വരൂപനെ വന്ന് പ്രാർത്ഥിച്ചു, ഞങ്ങളുടെ ഗുരുനാഥനായി വരണം. അപ്പോൾ അദ്ദേഹം എനിക്ക് ഗുരുത്വം വേണ്ട. കാരണം ഒരാളുടെ ആചാര്യനായി അല്ലെങ്കിൽ ഗുരുനാഥനായി പോയി കഴിഞ്ഞാൽ ശിഷ്യൻ്റെ പാപം മുഴുവനും ആചാര്യനക്ക് കയറും. എങ്ങനെയാണ്? ശിഷ്യന്മാർ ദക്ഷിണ കൊടുക്കാറുണ്ടല്ലോ, ദക്ഷിണ കൊടുക്കുമ്പോൾ പാപമാണ് കൊടുക്കുന്നത്. ഇപ്പോൾ ചെറിയ 10 രൂപയാണെങ്കിൽ കുറച്ച് പാപമേ ഉള്ളൂ, കൂടുതൽ വലിയ നോട്ടാണെങ്കിൽ വലിയ പാപം. അതുകൊണ്ട് ചില ആളുകൾ ദക്ഷിണ ഇടുമ്പോൾ തന്നെ പേടിയാവും. ഒരു 10 രൂപ എടുത്ത് തലയിൽ പോലെ ഇപ്പുറം 3 പ്രാവശ്യം ചുറ്റി, പിന്നെ ഇപ്പുറം 3 പ്രാവശ്യം ചുറ്റി, എൻ്റെ തല പ്രാരബ്ധം മൂടും, ആയിക്കോട്ടെ ആചാര്യർക്ക്, അങ്ങനെയൊക്കെ കൊടുക്കാറുണ്ട്. ചില രീതിയിലൊക്കെ കവറിൽ വെച്ച് കൊടുക്കും. എന്താണ്? എൻ്റെ പാപം ഒരാൾ നോക്കാൻ ഇത് പിടിച്ചോ. ഇങ്ങനെ ശിഷ്യന്മാരിൽ നിന്നും ദക്ഷിണ മേടിക്കുമ്പോൾ പാപമാണ് സ്വീകരിക്കുന്നത്. അതുകൊണ്ടാണ് എനിക്ക് ഈ ആചാര്യസ്ഥാനം വേണ്ട പറഞ്ഞത്. അപ്പോൾ ദേവന്മാർ പറഞ്ഞത് കുറച്ചു കാലം ഞങ്ങളോടൊപ്പം ഉണ്ടായാൽ മതി, ഞങ്ങളുടെ സ്വന്തം ഗുരുനാഥൻ വന്ന ശേഷം നിങ്ങൾക്ക് മാറിപ്പോവാം എന്ന് പറഞ്ഞ് ആചാര്യനായി സ്വീകരിച്ചു. ആചാര്യപദം സ്വീകരിച്ച ഗുരുനാഥനായ ചെയ്യുന്നു, ശിഷ്യന്മാർക്ക് മന്ത്രോപദേശം ചെയ്യുന്നു. ഇവിടെ വിശ്വരൂപൻ ഒരു മന്ത്രോപദേശം കൊടുത്തു. അതാണ് നാരായണ കവചം. ഭാഗവതം 6-ാമത്തെ സ്കന്ധത്തിൽ 8-ാമത്തെ അധ്യായമാണ് ഈ നാരായണ കവചം. ഇത് ജപിക്കും മുമ്പ് ചില മന്ത്രങ്ങളൊക്കെ ഉപദേശം ആദ്യം മേടിക്കണം. വിഷ്ണുവിൻ്റെ 12 മന്ത്രം, 8 മന്ത്രം, ഷഡക്ഷരി മന്ത്രം, ഇതുകൊണ്ട് അംഗന്യാസ കരന്യാസമൊക്കെ ചെയ്തിട്ട്
ജപിച്ചാലേ പൂർണ്ണമായ ഫലം കിട്ടുള്ളൂ. അതുകൊണ്ടും ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല. വെറുതെ ഈ അധ്യായം ഒന്ന് വായിച്ചാലും നമുക്ക് നന്മ ഉണ്ടാവും. ഹരിർ വിദഗ്ധ്യാം മമ സർവരക്ഷാം ന്യസ്തംഭി പത്മപദകേന്ദ്രപൃഷ്ഠേ ഡരാരി ചർമാസി ഗദേഷു ചാപപാസാൻ ദധാനോഷ്ടഗുണോഷ്ടബാഹു. ഹരി ഭഗവാൻ ഗജേന്ദ്രനെ രക്ഷിക്കാൻ ഓടിയെത്തിയ ആ ഹരിഭഗവാൻ ഗരുഡൻ്റെ പുറത്ത് കയറി 8 കൈകളിൽ 8 ആയുധം ധരിച്ച് എന്നെ രക്ഷിക്കണേ. അഷ്ടഗുണ അഷ്ടബാഹു. പിന്നെ ഓരോരോ സമയത്തിൽ ഭഗവാന്റെ ഓരോരോ അവതാരങ്ങൾ നമ്മളെ രക്ഷിക്കുന്നതിന് പ്രാർത്ഥിക്കുന്ന മന്ത്രമാണ് ജലേഷു മാം രക്ഷതു മത്സ്യമൂർത്തി യാദോഗണേഭ്യോ വരുണസ്യ പാസാത്. പുഴയിലോ കുളത്തിലോ കുളിക്കുന്ന സമയത്ത് പുഴയിലും കുളത്തിലും പാമ്പുകൾ ഉണ്ടാവില്ലേ? വരുണസ്യ പാസം, കാരണം പാമ്പുകളിൽ നിന്നും ജലജീവികളിൽ നിന്നും എന്നെ രക്ഷിക്കണേ. ഇപ്പോൾ ഒരാളും പുഴയിലും കുളത്തിലും കുളിക്കാറില്ലല്ലോ. ഇപ്പോൾ ബാത്റൂമിലല്ലേ എല്ലാം കുളിക്കുന്നു. പിന്നെ അവിടെ എന്താ പാമ്പ് കൊണ്ട് വരുന്നില്ലല്ലോ എന്ന് വിചാരിക്കണം. മിക്കവാറും എല്ലാവരും വീഴുന്നത് ബാത്റൂമിലാണ്. അങ്ങനെ ബാത്റൂം ജലം സംബന്ധമായ ആപത്ത് നമുക്ക് ഉണ്ടാവില്ല. അതാണ് അതിൻ്റെ താത്പര്യം. സ്ഥലേഷു മായാവത് വാമനോയാത്. സ്ഥലത്തിൽ സഞ്ചരിക്കുമ്പോൾ ബസ്സിലോ കാറിലോ യാത്ര ചെയ്യുന്ന സമയത്ത് വാമന ഭഗവാൻ രക്ഷിക്കട്ടെ. പ്രധാനമായി കേരളത്തിൽ ബസ്സിൽ കയറിയാൽ ആദ്യം നാരായണ ജപിച്ചാലേ മര്യാദയ്ക്ക് ചെല്ലും. അവർ ഓടിക്കുന്നത് കാണണ്ട, കണ്ണടിച്ച് നാരായണ ജപിച്ച് പോകും. അങ്ങനെ സ്ഥലത്തിൽ സഞ്ചരിക്കുമ്പോൾ വാമന ഭഗവാനും ത്രിവിക്രമക്ഷേവതു. ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ, ഇപ്പം ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ചിലപ്പോൾ ബസ് എന്തെങ്കിലും കേടുവന്നാൽ ആ ബസ് വിട്ട് വേറെ ബസ് കയറി പോവാം. ഫ്ലൈറ്റിൽ അങ്ങനെ പോകുമ്പോഴേ ഇടയ്ക്ക് വേറെ ഫ്ലൈറ്റ് കയറാൻ പറ്റില്ല. മേപ്പോട്ട് പോകാൻ എളുപ്പമാവും, പെട്ടെന്ന് പോവാം. ഫ്ലൈറ്റിൽ എന്തെങ്കിലും അപകടം വന്നാൽ അതിൽ നിന്നും രക്ഷിക്കാം. അവിടെ ഒരാളുണ്ട് ത്രിവിക്രമൻ. ആ ത്രിവിക്രമൻ നമ്മളെ രക്ഷിക്കട്ടെ. ത്രിവിക്രമക്ഷേവതു വിശ്വരൂപ ദുർഗേശ്വടം വ്യാധിമുഖാദിശു പ്രഭുപായാസിംഹോസുരയൂഥപാരിഹി. കോട്ടകളിലും കാടുകളിലും യുദ്ധസമയങ്ങളിലും നരസിംഹൻ നമ്മളെ രക്ഷിക്കട്ടെ. നരസിംഹൻ്റെ അട്ടഹാസത്തിൽ അസുര സ്ത്രീകൾക്ക് സുഖപ്രസവം ഉണ്ടായിരുന്നവൻ. നിപതംശ്ച ഗർഭാഹ, അല്ലെങ്കിൽ ജനിക്കാൻ പോകുന്ന അസുരന്മാരെയും അദ്ദേഹം തൻ്റെ അട്ടഹാസം കൊണ്ട് വധിച്ച് നരസിംഹൻ നമ്മളെ എല്ലാ സങ്കട സമയത്തിൽ രക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യാത്ര ചെല്ലുന്ന സമയത്തിൽ വഴിയിൽ യജ്ഞവരാഹം, കാരണം ഭൂമി ഉയർത്തി തൂക്കിയിരിക്കുന്ന ആളല്ലേ. പതുക്കെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് കൊണ്ട് തട്ടിയാൽ മതി, പടി വീഴും. അപ്പോൾ അങ്ങനെ നടക്കുന്ന സമയത്തിൽ സ്വതം പ്രയോന്നീതധരോ വരാഹ, ഭൂമി ഉയർത്തിരിക്കുന്ന ഭഗവാൻ. ഭൂമി സമതലമായിരിക്കുമ്പോൾ തന്നെ നമുക്ക് നടക്കാൻ വയ്യ. ഇങ്ങനെ സമതലം ഇല്ലാതെ ഭൂമി സഞ്ചരിക്കുമ്പോൾ വീഴില്ലേ, അങ്ങനെ വീഴാതെ രക്ഷിക്കട്ടെ വരാഹപ്പെരുമാൻ. രാമ അദ്രികൂടേഷു, മലകളിൽ സഞ്ചരിക്കുമ്പോൾ കുന്നുകളിൽ സഞ്ചരിക്കുമ്പോൾ പരശുരാമൻ രക്ഷിക്കട്ടെ. രാമ, അതുകൊണ്ട് മല കൂടുതലുള്ളത് കൊണ്ടാണ് കേരളത്തിന് പേര് മലയാളം പേര് വരാൻ കാരണം. മലപ്രദേശമാണ്, കുന്നുകൾ കൂടുതലുള്ള സ്ഥലമാണ്. അല്ലെങ്കിൽ മഴയാളം, എപ്പോഴും മഴ പെയ്യുന്ന സ്ഥലം. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പരശുരാമൻ. അതുകൊണ്ടാണ് ഈ കേരളം മുഴുവൻ പരശുരാമ ക്ഷേത്രം പറയാൻ കാരണം. രാമ അദ്രികൂടേഷു അച വിപ്രവാസേ സലക്ഷ്മണോ ഭരതാഗ്രജോസ്മാൻ. വിപ്രവാസം, ദൂരദേശ യാത്ര, ഫാറിൻ യാത്ര ചെല്ലുന്ന സമയത്ത് ശ്രീരാമൻ നമ്മളെ രക്ഷിക്കട്ടെ. എന്താ കാരണം? ആദ്യമായി ഫാറിൻ പോയത് ശ്രീരാമനാണ്. ഇന്ത്യയിൽ നിന്നും സിലോൺ പര്യന്തം ശ്രീലങ്ക പര്യന്തം ചെന്നല്ലേ. അപ്പോൾ ദൂരദേശ യാത്ര ഫാറിൻ പോകുന്നവർ ഈ ഒരു ശ്ലോകം ജപിച്ചാൽ മതി. അച വിപ്രവാസേ സലക്ഷ്മൺ. കാരണം രാമായണ വ്യവസ്ഥയിൽ പറയുന്നുണ്ട്, ബന്ധുക്കൾ പിരിഞ്ഞ് ദൂരദേശം പോയ വീണ്ടും ചേരണമെങ്കിൽ ശ്രീരാമനെ സ്മരിച്ചാൽ മതി എന്നാണ് പറയുന്നത്. സലക്ഷ്മണോയാൻ ഭരതാഗ്രജോസ്മാൻ മാം ഉഗ്രധർമാദഖിലപ്രമാദ നാരായണ പാതു. ഉഗ്രധർമ്മം, ഉഗ്രധർമ്മം മുതൽ ആദിചാര മുതലായ കർമ്മങ്ങൾ നമുക്ക് ആരെങ്കിലും ചെയ്തു പോയാൽ അതിൽ നിന്നും നരനാരായണൻ രണ്ടുപേരുണ്ടല്ലോ, അതിൽ നാരായണൻ നമ്മളെ രക്ഷിക്കട്ടെ. നരശ്ച ഹാസാത്, ഹാസം പറഞ്ഞാൽ ഗർവം. ആ ഗർവത്തിൽ ഗർവം വരാതെ നമ്മളെ നരൻ രക്ഷിക്കട്ടെ.
ദത്തസ്വയോഗാദതയോഗനാഥ. യോഗം വേണ്ട വിധത്തിൽ ചെയ്യണം. യോഗം വേണ്ട വിധത്തിൽ ചെയ്തില്ലെങ്കിൽ യോഗം രോഗമായി തീരും. അതിൽ യോഗനാഥനായ ദത്താത്രേയൻ നമ്മളെ രക്ഷിക്കട്ടെ. പായ ഗുണേശ കപില കർമ്മബന്ധാത്. കർമ്മബന്ധങ്ങളിൽ നിന്നും കപിലൻ നമ്മളെ രക്ഷിക്കട്ടെ. കൂടുതൽ ആഗ്രഹം കൊണ്ടാണ് നമ്മൾ ദുഃഖിക്കുന്നു. ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞാൽ ദുഃഖവും ഉണ്ടായിരിക്കും. ആ ആഗ്രഹം കൂടുതൽ വരാതെ സനത്കുമാരൻ നമ്മളെ രക്ഷിക്കട്ടെ. സനത്കുമാരോവതു കാമദേവാത്. കുമാരൻ, അതാണ് പേര്. കു പറഞ്ഞാൽ മന്മഥൻ, അല്ല കുത്സിതമായ മാരനെ വധിച്ചത് കൊണ്ടാണ് കുമാരൻ. മുരുകൻ്റെ പേരും അത് തന്നെയാണ്. മുരുകൻ തന്നെയാണ് സനത്കുമാരനായി ജനിച്ചു, അല്ലെങ്കിൽ സനത്കുമാരൻ തന്നെ മുരുകനായി ജനിച്ചു. സനത്കുമാരോവതു കാമദേവാത് ഹയശീർഷാമാം പതി ദേവവേരണാത്. നമ്മൾ യാത്ര ചെല്ലുന്ന സമയത്ത് ഇടയ്ക്ക് പല ക്ഷേത്രങ്ങൾ കടന്നു പോകും. ശരിക്കും പറഞ്ഞാൽ ക്ഷേത്രങ്ങളെ കണ്ടാൽ ഇറങ്ങി തൊഴുതിട്ട് വരും. അങ്ങനെ തൊഴുതു പോയാലോ കൃത്യസമയത്തിൽ എത്താൻ സാധിക്കില്ല. അങ്ങനെ പോകുന്ന വഴിയിൽ ദേവന്മാരെ അവമാനിച്ച് പോകുമ്പോൾ അത് ഒരു വലിയ പാപമാണ്. യദ്ദേവാ ദേവദേവനം. ആ പാപത്തിൽ നിന്നും ഹയഗ്രീവൻ നമ്മളെ രക്ഷിക്കട്ടെ. ദേവഋഷിവരീയ പുരുഷാക്ഷനാന്തരാത്. ഭഗവാന്റെ പൂജയിൽ ഒരു 32 അപരാധങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. ക്ഷേത്രത്തിന് പോകുമ്പോൾ വണ്ടിയിൽ ചെന്നാവോ, പാതുകാണെങ്കിൽ ചെന്നാവോ, ഇങ്ങനെ പ്രദർശനം എങ്ങനെ വയ്ക്കണം, എങ്ങനെ നമസ്കരിക്കണം, ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ വേണ്ട വിധത്തിൽ ആ ക്ഷേത്രം തൊഴുതില്ലെങ്കിൽ അതൊരു അപരാധമാണ്. കാരണം പൂജാവിധി പറഞ്ഞു കൊടുത്ത ആളാണ് ദേവഋഷിവര്യൻ നാരദൻ. ക്ഷേത്രത്തിൽ ചെയ്യുന്ന അപചാരത്തിൽ നിന്നും, ക്ഷേത്രത്തിൽ വന്ന് ലൗകികമായ വാർത്തകൾ സംസാരിക്കാൻ പാടില്ല. ഈ സാരി ഇവിടെ മേടിച്ചു, ഏത് കടയാണ്, ഈ കാര്യങ്ങളിൽ ക്ഷേത്രത്തിൽ സംസാരിക്കാൻ പാടില്ല. അങ്ങനെ സംസാരിച്ചു പോയാലും ഇങ്ങനെ പറയുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ ഉത്സവം നടക്കുമ്പോൾ അത് ആ സമയത്ത് നമ്മൾ വേഗത്തിലേക്ക് ചെന്നാൽ അത് അപരാധമാണ്. ആ ഉത്സവ സമയത്തിൽ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടാവണം. അത് കൊടി കയറി കഴിഞ്ഞാൽ പിന്നെ പുറത്ത് പോകാനേ പാടില്ല. അങ്ങനെ അത്യാവശ്യം പോകേണ്ടി വന്നാൽ കൊടി ഇറക്കം മുതൽ ഇവിടെ തിരിച്ച് എത്താൻ ഇതൊക്കെ നിയമങ്ങളുണ്ട്. അത് പരിപാലിക്കണം. അത് ചെയ്തില്ലെങ്കിൽ അത് അപരാധമാണ്. അതിൽ നിന്നും നാരദൻ നമ്മളെ രക്ഷിക്കണം. കൂർമോഹരിന്മാം നിരയാശേഷാത്. നരകത്തിൽ പോവാതെ കൂർമ്മ ഭഗവാൻ രക്ഷിക്കട്ടെ. കാരണം നരകത്തിന് പോകാൻ എന്താ കാരണം? ഇന്ദ്രിയങ്ങളെ പുറത്തു വിടുന്നതാണ്. ബന്ധ ഇന്ദ്രിയ വിക്ഷേപ മോക്ഷ യേശാന്റെ സംയമമാണ്. കൂർമ്മം പോലെ ഇന്ദ്രിയങ്ങളെ അടക്കാൻ കൂർമ്മ ഭഗവാൻ നമുക്ക് അനുഗ്രഹിക്കട്ടെ. ധന്വന്തരിൽ ഭഗവാൻ പാപ്രപത്യാത്. വ്യാധി വരാൻ പ്രധാന കാരണം നമ്മൾ കഴിക്കുന്ന ആഹാരമാണ്. നാസ്നത പഥ്യമേവാന്നം വ്യാധയോഭിഭവന്തി അഭിഭവന്തി. പഥ്യമായ ആഹാരം മറപ്പടി കഴിച്ചാൽ നമുക്ക് വ്യാധി വരില്ല. അങ്ങനെ ആഹാരം പറഞ്ഞാൽ വായു വഴി കൂടി മാത്രമല്ല, കണ്ണു വഴി കൂടി, ചെവി വഴി കൂടി എല്ലാം നല്ലത് മാത്രമേ സ്വീകരിക്കാവൂ. വേണ്ടാതെ കാഴ്ച, വേണ്ടാതെ ശബ്ദം, ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ അത് തന്നെ ശരീരത്തിന് അപകടമാണ്. അങ്ങനെ അപഥ്യമായ ആഹാരങ്ങളിൽ നിന്നും ധന്വന്തരി ഭഗവാൻ നമ്മളെ രക്ഷിക്കട്ടെ. ധന്വന്തരിയെ സ്മരിച്ചാൽ മതി. ധന്വന്തരി നമുക്ക് രോഗം വരില്ല. ദ്വന്ദ്വാത്രയാശഭോ നിർജിതാത്മാ. ദ്വന്ദ്വങ്ങൾ സുഖം ദുഃഖം മാനം അപമാനം ലാഭം നഷ്ടം ശീതം ഉഷ്ണം വെற்றி ജയം പരാജയം, ഇതൊക്കെ ദ്വന്ദ്വങ്ങളാണ്. ഇതിൽ നിന്നും ഇത് രണ്ടും സമമായി കാണാനുള്ള ഒരു നല്ല ബുദ്ധി ഋഷഭൻ നമുക്ക് നൽകട്ടെ. യജ്ഞശ്ച ലോകാത്. ജനങ്ങൾ നമ്മളെ അപവാദം പറയും. അങ്ങനെയുള്ള അപവാദത്തിൽ നിന്നും യജ്ഞനും അവതാജനാന്താത്. ജനങ്ങൾ മൂലം ഉണ്ടാകുന്ന ആപത്ത്. നമ്മൾ ബാങ്കിൽ പോയിട്ട് വരുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ പൈസ കൊണ്ട് വിചാരിച്ച് ഒരാൾ കത്തി കൊണ്ട് കുത്തി നമ്മൾ പൈസ കൊണ്ട് പോകില്ല. അങ്ങനെ ആപത്തിൽ നിന്നും ബലരാമസ്വാമിയും ക്രോധവസാദീന്ദ്ര. പാമ്പുകളിൽ നിന്നും സംഘർഷണ ഭഗവാനും നമ്മളെ രക്ഷിക്കട്ടെ. വൈപായനോ ഭഗവാൻ അപ്രബോധാത്. ഏത് ഗ്രന്ഥം വായിച്ചാലും അതിൻ്റെ താത്പര്യം എന്താണ് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് മധ്വാചാര്യൻ പേരുള്ള മഹാത്മാ രാമായണ ഭാഗവത ഭാരത താത്പര്യ നിർണയം ഒരു ഗ്രന്ഥം തന്നെ രചിച്ചിട്ടുണ്ട്.
അപ്പോൾ ഏത് ഗ്രന്ഥം വായിച്ചാൽ സാധാരണ പുസ്തകം വായിച്ചാലും അതിൻ്റെ യഥാർത്ഥം എന്താണെന്ന് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയില്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. അങ്ങനെ വേണ്ട വിധത്തിൽ ഒരു ഗ്രന്ഥം വായിച്ച് അതിൻ്റെ ഹൃദയം മനസ്സിലാക്കാനുള്ള ബുദ്ധി നമുക്ക് വ്യാസം നൽകട്ടെ. വൈപായനോ അപ്രബോധം എന്നാൽ വിപരീത അർത്ഥം തോന്നരുത്, യഥാർത്ഥം നമുക്ക് വേണം. രാമായണം വായിച്ചിട്ട് അത് രാമായണം വായിച്ചിട്ട് എന്ത് കിട്ടി ചോദിച്ചു, എന്ത് പഠിച്ചു ചോദിച്ചാൽ, രാമായണം ഭാഗം വായിച്ചിട്ട് എന്താ മനസ്സിലാക്കി ചോദിച്ചാൽ, മനസ്സിലാക്കിയത് രാവണനെ പോലെ ധർമ്മപുത്രനെ പോലെ ധർമാത്മാവായി ഇരുന്നാൽ കാട്ടിൽ പോയി സങ്കടപ്പെടണം, രാവണനെ പോലെ ദുര്യോധനെ പോലെ നമ്മൾ അധർമ്മം ചെയ്താൽ അടിപൊളി ജീവിതം സുഖമായിട്ട് ജീവിക്കാം. അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. അതാണ് ഗ്രന്ഥത്തിൻ്റെ താല്പര്യം എന്താണ് ശരിക്കും മനസ്സിലാവുന്നത് ഗുരുവാണ്. അപ്പോൾ അവർ ചരിത്രം നോക്കുമ്പോൾ ദുര്യോധനനും രാവണനും അവസാനം വരെ നന്നായിട്ട് സുഖമായിട്ട് ജീവിച്ചു പോലെ തോന്നുന്നു. രാവണനും ധർമ്മപുത്രനും കാട്ടിൽ പോയി സങ്കടപ്പെട്ടതായി തോന്നുന്നു. സത്യം എന്താണെന്ന് ചോദിച്ചാൽ കാട്ടിൽ പോയി ജനിച്ചാൽ സുഖമായിട്ട് ഉറങ്ങിയിരുന്നു. അത് ധർമ്മപുത്രനും ശ്രീരാമനും. രാവണനും ദുര്യോധനനും AC മുറിയിൽ കിടന്നിട്ടും ഒരു ദിവസം പോലും മര്യാദയ്ക്ക് ഉറങ്ങിയിട്ടില്ല. സുഖമായിട്ട് ഉറങ്ങിയാൽ അത് തന്നെയാണ് സ്വന്തം. ഉറക്കമില്ലെങ്കിൽ നരകം. അപ്പോൾ യഥാർത്ഥം മനസ്സിലാക്കി കൊടുക്കണം നമുക്ക് വ്യാസം. ബുദ്ധസ്തു പാഖണ്ഡഗണാക്രമാതാത്, പാഖണ്ഡമതത്തിൽ ചേരാതെ ബുദ്ധൻ നമ്മളെ രക്ഷിക്കട്ടെ. കളിദോഷങ്ങളിൽ നിന്നും കൽക്കി ഭഗവാൻ നമ്മളെ രക്ഷിക്കട്ടെ. ഓരോരോ അവതാരങ്ങളെ സ്മരിച്ചു. പിന്നെ ഭഗവാന്റെ ഓരോരോ ഭഗവാൻ ഓരോരോ ആയുധം വെച്ച് നമ്മളെ ഓരോരോ സമയത്തിൽ രക്ഷിക്കട്ടെ പറഞ്ഞ്, പിന്നെ ഭഗവാന്റെ ആയുധങ്ങൾ രക്ഷിക്കട്ടെ. പിന്നെ ഭഗവാന്റെ നാമങ്ങൾ സർവാന്യേതാനി ഭഗവൻ നാമരൂപ അസ്ത കീർത്തനാഥ് എല്ലാം നമ്മളെ രക്ഷിക്കട്ടെ പ്രാർത്ഥിച്ച് അവസാനം എല്ലാ ദിക്കിലും നിറഞ്ഞു നിൽക്കുന്ന നരസിംഹൻ ഇല്ലാത്ത സ്ഥലമില്ല. വിദിക്ഷു ദിക്ഷു ഊർധ്വമത സമന്താദന്തർഭഗിൽ ഭഗവാൻ നരസിംഹ പ്രഹാപയൻ ലോകഭയം സ്വനേന സ്വതേജസാഗ്രസ്ത സമസ്തതേജാഹ. എല്ലാ ദിക്കിലും നിറഞ്ഞു നിൽക്കുന്ന നരസിംഹൻ നമ്മളെ എപ്പോഴും രക്ഷിക്കട്ടെ. ഇവിടെ നരസിംഹ എന്ന് പറയാത്ത നാരസിംഹ പറഞ്ഞു. നാരസിംഹ പറഞ്ഞ വേറെ അർത്ഥം കൂടിയുണ്ട്. നരസിംഹഭക്തനായ പ്രഹ്ലാദൻ നരസിംഹ നാമജപം കൊണ്ട് നമ്മൾ രക്ഷിക്കട്ടെ. ജയ് നരസിംഹ ജയ് നരസിംഹ ജയ് ജയ് നരസിംഹ ജയ് നരസിംഹ ജയ് നരസിംഹ ജയ് ജയ് നരസിംഹ നരസിംഹ ജയ് നരസിംഹ ജയ് ജയ് നരസിംഹ ജയ് നരസിംഹ ജയ് നരസിംഹ ജയ് നരസിംഹ. ഭഗവാന്റെ നാമജപം കൊണ്ട് ഭക്തന്മാർ നമ്മളെ രക്ഷിക്കട്ടെ. അതാണ് പ്രഹ്ലാദൻ പറയുന്നത്. പ്രഹ്ലാദൻ പോലെ ഭക്തന്മാർ അവരെ ആശ്രയിച്ചാൽ മതി, അവരും നമ്മളെ രക്ഷിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് നാരായണ കവചം സമർപ്പിക്കുന്നു. ഇത് ജപിച്ച ഒരു മഹാത്മാ, ഒരു കൗശിക ബ്രാഹ്മണൻ നാരായണ കവചം ജപിച്ച് ഭഗവാനെ പ്രാപിച്ചു. അദ്ദേഹത്തിൻ്റെ ശരീരം നട്ടെല്ലാം അവിടെ കിടക്കുന്നു. മരുഭൂമിയിൽ മരിച്ചത് കൊണ്ട് അത് അങ്ങനെ കിടക്കുന്നു. ആ വഴിക്കൂടി ചിത്രരഥം പേരുള്ള ഗന്ധർവൻ പോയപ്പോൾ എന്തായി, അവൻ്റെ വിമാനം കവിഞ്ഞ് വീണപ്പോൾ നോക്കി അവിടെ അടുത്തിരുന്ന ഋഷീശ്വരന്മാർ പറഞ്ഞു, വാളചീല്യന്മാർ താഴെ ഇരിക്കുന്നത് നാരായണ കവചം ജപിച്ച മഹാത്മാവിൻ്റെ നെട്ടലാണ്. അത് അവമാനിച്ചിട്ട് പോയത് കൊണ്ടാണ് വിമാനം വീണുപോയി. അതിനൊരു സംസ്കാരം നടത്തിയാലേ വിമാനം പുറപ്പെടുള്ളൂ. ഉടനെ പ്രാചീ സരസ്വത്യ അവരുടെ അസ്ഥി എടുത്ത് അടുത്തുള്ള നദിയിൽ സരസ്വതി അതിന് പ്രക്ഷിപ്തം ചെയ്തു. അത് നിക്ഷിപ്തം ചെയ്ത് അത് അസ്ഥി സംസ്കാരം നടത്തിയിട്ട് പിന്നെ കുളിച്ചിട്ട് വണ്ടി പുറപ്പെട്ടു. ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കണം? നാരായണ കവചം ജപിച്ചവർ ജീവിച്ചിട്ടില്ല. നാരായണ കവചം ജപിച്ച ഒരാളുടെ നെട്ടല് തന്നെ എത്രയോ ഉയരത്തിൽ പറക്കുന്ന വിമാനത്തിൽ കൂടെ തടഞ്ഞു നിർത്തി പറഞ്ഞാണ്. നാരായണ കവചം ജപിക്കുന്നവർ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവർക്ക് എന്താണ് ശക്തി? അവർ നോക്കിയാൽ മതി. രമ്യം പശ്യതി ചക്ഷുഷ പദാവാ സംസ്പൃശേത് സദ്യ. ഓരോരാളെ നോക്കിയാൽ തന്നെ അവർക്ക് പോലും ഭയമില്ലാതെ ജീവിക്കാൻ സാധിക്കും. നാരായണ കവചത്തിൻ്റെ ഒരു മഹിമ കഥയും പറഞ്ഞുകൊണ്ടാണ് ഇത് സമർപ്പിക്കുന്നു. ഇന്ദ്രനും നാരായണ കവചം ജപിച്ച് അസുരന്മാരെ ജയിച്ച് വിജയം നേടി പറഞ്ഞുകൊണ്ടാണ് 8ാമത്തെ നാരായണ കവചം ഇവിടെ സമർപ്പിക്കുന്നത്.